നമസ്കാരം. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഇംഗ്ലണ്ടിലെ റെസിഡന്റ് ഡോക്ടർമാർ വീണ്ടും പണിമുടക്കിലേക്ക്. ദീർഘകാലമായി തുടരുന്ന വേതനവും പരിശീലന നിയമങ്ങളും സംബന്ധിച്ച തർക്കത്തിന്റെ ഭാഗമായാണ് പുതിയ തീരുമാനം. ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ അഥവാ BMA അംഗങ്ങൾ നടത്തിയ വോട്ടെടുപ്പിൽ കൂടുതൽ സമര നടപടികൾക്ക് അനുകൂലമായാണ് ഭൂരിഭാഗവും പിന്തുണ അറിയിച്ചത്. ഇതോടെ അടുത്ത 6 മാസത്തേക്ക് കൂടി പണിമുടക്ക് നടത്തുവാനുള്ള നിയമപരമായ അനുമതി യൂണിയന് ലഭിച്ചു. എന്നാൽ പുതിയ സമര തീയതികൾ ഇതുവരെയും യൂണിയൻ പ്രഖ്യാപിച്ചിട്ടില്ല. 2023 ആദ്യമായി റെസിഡന്റ് ഡോക്ടർമാർ സമരം ആരംഭിച്ചത്. ഇതുവരെ 14 തവണ പണിമുടക്ക് നടന്നിട്ടുണ്ട്. ഡിസംബറിൽ നടന്ന അവസാന സമരത്തിന് പിന്നാലെ 1 മാസം നീണ്ട സർക്കാർ യൂണിയൻ ചർച്ചകൾ നടന്നിരുന്നു. അതേസമയം ഏപ്രിൽ മുതൽ 2.5% വേതന വർധനവ് സർക്കാർ നിർദ്ദേശിക്കുന്നുണ്ട്. മുൻ ജഡ്ജ് സാറ ഫെർഗൂസന്റെ ചാരിറ്റി സ്ഥാപനമായ സാറാസ് ട്രസ്റ്റ് പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. കുട്ടികളോടുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട ജെഫ്രി എപ്സ്റ്റീനുമായുള്ള സാറ ഫെർഗൂസിന്റെ സൌഹൃദത്തെക്കുറിച്ച് പുതിയ വെളിപ്പെടുത്തലുകൾ പുറത്തുവന്നതോടെയാണ് തീരുമാനം. ആൻഡ്രൂവിന്റെ മുൻ ഭാര്യയായ സാറ ഫെർഗൂസൻ ആരംഭിച്ച അന്താരാഷ്ട്ര ചാരിറ്റി അടുത്ത കാലത്തേക്ക് അടിച്ചുപൂട്ടുകയാണെന്ന് ട്രസ്റ്റിന്റെ വക്താവ് അറിയിച്ചു. മാസങ്ങളായി ഇതു സംബന്ധിച്ച ചർച്ചകൾ നടന്നുവരികയായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കൻ നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട ഏകദേശം 30 ലക്ഷം രേഖകളടങ്ങിയ പുതിയ എപ്സ്റ്റീൻ ഫയലുകളിലാണ് സാറ ഫെർഗൂസിനെയും മുൻ പ്രിൻസ് ആൻഡ്രൂവിനെയും കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ രേഖകളിൽ എപ്സ്റ്റീനെ താൻ എന്നും ആഗ്രഹിച്ച സഹോദരനെന്ന് സാറ ഫെർഗൂസൻ വിളിച്ചിരുന്നുവെന്ന തെളിവുകളും ഉൾപ്പെടുന്നുണ്ട്. 20 രാജ്യങ്ങളിലായി 60-ലധികം ചാരിറ്റികളുമായി സഹകരിച്ച് വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, അടിയന്തര സഹായം, പരിസ്ഥിതി പദ്ധതികൾ എന്നിവ നടപ്പാക്കിയതായി ട്രസ്റ്റ് അറിയിച്ചു. കോവിഡ് കാലത്ത് 1.5 ലക്ഷത്തിലധികം സഹായ കിറ്റുകൾ വിതരണം ചെയ്തതും യുക്രൈൻ യുദ്ധബാധിതർക്കായി മെഡിക്കൽ സഹായം നൽകിയതും ഘാനയിലെ 200-ലധികം കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഒരുക്കിയതും ട്രസ്റ്റിന്റെ നേട്ടങ്ങളായി അധികൃതർ ചൂണ്ടിക്കാട്ടി. സാറ ഫെർഗൂസിനെയും എപ്സ്റ്റീനുമായുള്ള ബന്ധത്തെ തുടർന്ന് ഇതിനു മുമ്പ് തന്നെ ടീനേജ് ക്യാൻസർ ടെസ്റ്റ് ഉൾപ്പെടെ 7 ചാരിറ്റി സ്ഥാപനങ്ങൾ സാറയുടെ രക്ഷാധികാരം പിൻവലിച്ചിരുന്നു. ന്യൂമോണിയയെ തുടർന്ന് അടിയന്തര ചികിത്സ ആവശ്യമായ രോഗികളുടെ എണ്ണം കഴിഞ്ഞ 2 വർഷത്തിനിടെ 25% വർദ്ധിച്ചതായി പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നു. NHS ഇംഗ്ലണ്ടിന്റെ കണക്കുകൾ പ്രകാരം 2024 ഏപ്രിൽ മുതൽ 25 മാർച്ച് വരെ 5,79,000-ലധികം പേർ ന്യൂമോണിയയെ തുടർന്ന് അടിയന്തരമായി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടു. 2022-23 കാലയളവിൽ ഇത് 4,61,000-ലധികമായിരുന്നു. മറ്റ് രോഗികളെ അപേക്ഷിച്ച് ഇരട്ടിയിലധികം കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. 2022 മുതൽ 25 വരെയുള്ള കാലയളവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം 97,000-ലധികം പേർ ന്യൂമോണിയ മൂലം മരണപ്പെട്ടിട്ടുണ്ട്. ശ്വാസകോശത്തിലെ ചെറുവായു സഞ്ചികളെ ബാധിക്കുന്ന ഗുരുതര അണുബാധയാണ് ന്യൂമോണിയ. ബാക്ടീരിയ, ഫ്ലൂ, RSV, COVID-19 പോലുള്ള വൈറസുകളും ഇതിന് കാരണമാകാം. ശ്വാസകോശ രോഗങ്ങളുള്ളവർക്ക് ന്യൂമോണിയ പിടിപെടുവാനുള്ള സാധ്യത കൂടുതലാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. പഠനപ്രകാരം സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന മേഖലകളിലെ ആളുകൾക്ക് ന്യൂമോണിയയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടാനുള്ള സാധ്യത 36% കൂടുതലാണ്. ഈർപ്പമുള്ള വീടുകളും വായുമലിനീകരണവും ഇതിന് പ്രധാന കാരണങ്ങളായി പറയുന്നു. ലണ്ടനിലെ സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്നത് തുടരുന്നതിനാൽ അടുത്ത 4 വർഷത്തിനുള്ളിൽ സ്കൂളുകൾക്ക് 45 മില്യൺ പൌണ്ട് വരെ ഫണ്ടിംഗ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട്. ഇതോടെ സെക്കൻഡറി സ്കൂളുകളിൽ അധ്യാപക ഒഴിവുകളും പാഠ്യപദ്ധതി ചുരുക്കലും ഉണ്ടാകുമെന്ന ആശങ്ക ശക്തമാവുകയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ലണ്ടനിൽ ഏകദേശം 90 പ്രൈമറി സ്കൂളുകൾ അടച്ചുപൂട്ടുകയോ ലയിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ പ്രതിസന്ധി സെക്കൻഡറി സ്കൂളുകളിലേക്കും വ്യാപിക്കുന്നു എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇതുവരെ ജനനനിരക്ക് കുറഞ്ഞതിന്റെ ആഘാതം പ്രധാനമായും പ്രൈമറി സ്കൂളുകളെ ായിരുന്നു ബാധിച്ചിരുന്നത്. ലണ്ടൻ കൌൺസിൽസ് പുറത്തിറക്കിയ പഠനപ്രകാരം ഇന്ത്യ ലണ്ടനിലെ സ്കൂളുകളിലാണ് ഏറ്റവും വലിയ ഇടിവ് പ്രതീക്ഷിക്കുന്നത്. വിദ്യാർത്ഥി എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്കൂളുകൾക്ക് ഫണ്ടിംഗ് ലഭിക്കുന്നത്. അതിനാൽ കുട്ടികളുടെ എണ്ണം കുറയുമ്പോൾ ഫണ്ടിംഗും കുറയുന്നു. ഈ പ്രശ്നം രാജ്യവ്യാപകമാണെങ്കിലും ലണ്ടനിലാണ് ഏറ്റവും ഗുരുതരമായി അനുഭവപ്പെടുന്നതെന്ന് റിപ്പോർട്ട് പറയുന്നു. രാജ്യത്തെ പല പ്രദേശങ്ങളിലും ഈ ജനുവരി മാസത്തിൽ അനുഭവപ്പെട്ടത് അതിശക്തമായ മഴയെന്ന് റിപ്പോർട്ട്. മെറ്റ് ഓഫീസ് പുറത്തുവിട്ട ജനുവരി മാസത്തെ ഔദ്യോഗിക കാലാവസ്ഥാ റിപ്പോർട്ടിലാണ് ഈ കണക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നോർത്ത് അയർലൻഡ്, സൌത്ത് വെസ്റ്റ്, സൌത്ത് ഇംഗ്ലണ്ട്, ഈസ്റ്റ് സ്കോട്ട്ലൻഡ് എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയത്. അതേസമയം നോർത്ത് വെസ്റ്റ് ഇംഗ്ലണ്ടും വെസ്റ്റ് സ്കോട്ട്ലൻഡും സാധാരണയേക്കാൾ കുറഞ്ഞ മഴയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഹൈലാൻഡ്സിലെ ആർട്ട് നഹാരയിൽ ലഭിച്ച മഴ ശരാശരിയുടെ പകുതിയിലും കുറവാണ്.
കെയോൺകോ മലനിരകളുടെ സംരക്ഷണമാണ് അവയമോർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മഴ കുറയുവാൻ കാരണം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് ശ്രദ്ധേയമായ സാഹചര്യമാണെന്നും മെറ്റ് ഓഫീസ് വ്യക്തമാക്കി. സ്കോട്ട്ലാൻഡ് മുകളിലെ ശക്തമായ ഉയർന്ന മർദ്ദമേഖലയാണ് പല പ്രദേശങ്ങളിലും മഴ കൂടുവാനും കാരണമായത്. എയ്ഡ്സ് മലയാളി അസോസിയേഷൻ ലെമ 2026-27 വർഷത്തേക്കുള്ള പുതിയ പ്രവർത്തന സമിതിയെ തെരഞ്ഞെടുത്തു. ജനുവരി 30 നടന്ന അസോസിയേഷന്റെ ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളോടനുബന്ധിച്ച് കൂടിയ പ്രധാന പൊതുയോഗത്തിലാണ് പുതിയ ടീമിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ജേക്കബ് കുര്യാടൻ പ്രസിഡന്റായും ടിനു പി ജോൺ സെക്രട്ടറിയായും പീന പോസ്കോ വൈസ് പ്രസിഡന്റായും ഷിജി കുര്യൻ ട്രഷററായും ചുമതലയേറ്റു. പ്രോഗ്രാം കോർഡിനേറ്റർമാരായി റെജിൻ പ്രകാശ്, ടീന എബ്രഹാം എന്നിവരെയും സ്വാതി ഉദയപ്പൻ ആർട്സ് ക്ലബ് കോർഡിനേറ്ററായും സിൻസി റുഡോൾഫ് ടാലന്റ് സ്കൂൾ കോർഡിനേറ്ററായും പ്രവർത്തിക്കും. വിമലേഷ് പിള്ള സ്പോർട്സ് കോർഡിനേറ്ററായും നേതൃത്വം നൽകും. ജയൻ കുര്യാക്കോസ്, ഐശ്വര്യ ശ്യാം, ലിജോ വർഗീസ് എന്നിവരെ കമ്മിറ്റി അംഗങ്ങളായും തെരഞ്ഞെടുത്തു. ലീഡ്സിലെ മലയാളി സമൂഹത്തിന്റെ സാംസ്കാരിക പൈതൃകം നിലനിർത്തുന്നതിനോടൊപ്പം പുതിയ തലമുറയെ കേരളീയ കലകളുമായും മൂല്യങ്ങളുമായും കൂടുതൽ അടുപ്പിക്കുക എന്നതാണ് പുതിയ കമ്മിറ്റിയുടെ പ്രഖ്യാപിത ദൌത്യം. പ്രവാസ ജീവിതത്തിലെ വെല്ലുവിളികളിൽ പരസ്പര സഹായം ഉറപ്പാക്കുന്നതിനും അംഗങ്ങളുടെ ക്ഷേമത്തിനുമായി വിപുലമായ കർമ്മ പദ്ധതികളാണ് വരും വർഷങ്ങളിൽ വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. മോഹൻജി ഫൌണ്ടേഷനും ലണ്ടൻ ശ്രീ ഗുരുവായൂരപ്പ സേവാ സംഘവും ചേർന്ന് വിവേകാനന്ദ ജയന്തി വർണ്ണാഭമായി ആഘോഷിച്ചു. ജനുവരി 31 വൈകിട്ട് 6 മുതൽ തോണ്ടൻകീത്തിലുള്ള വെസ്റ്റ് തോണ്ടൻ കമ്മ്യൂണിറ്റി സെന്ററിലാണ് ചടങ്ങുകൾ നടന്നത്. കുട്ടികൾ അവതരിപ്പിച്ച ഭജന, പ്രഭാഷണം, കുട്ടികളുടെ ചിത്രരചന, ദീപാരാധന, തുടർന്ന് അന്നദാനം എന്നിവയും അന്നേ ദിവസം നടന്നു. ലണ്ടനിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒട്ടനവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. വിവേകാനന്ദ ജയന്തി ആഘോഷങ്ങളിൽ പങ്കെടുത്ത എല്ലാവർക്കും ശ്രീ ലണ്ടൻ ഗുരുവായൂരപ്പ സേവാ സമിതി നന്ദി അറിയിച്ചു. നിയമസഭയിൽ സ്പീക്കറുടെ ഡയസിന് മുകളിലേക്ക് ചാടിക്കയറുവാൻ പ്രതിപക്ഷ എംഎൽഎമാരുടെ ശ്രമം. ഇതിന് പിന്നാലെ സ്പീക്കർ ഡയസ് വിട്ട് എഴുന്നേറ്റുപോയി. എംഎൽഎ അൻവർ സാദത്താണ് കാലുയർത്തി ഡയസിന് മുകളിലേക്ക് കയറുവാൻ ശ്രമിച്ചത്. അൻവർ സാദത്തിന് പുറമെ ടി വി ഇബ്രഹാം, സനീഷ് കുമാർ ജോസഫ് എന്നിവരും ഡയസിലേക്ക് കടക്കുവാൻ ശ്രമിച്ചു. വാച്ച് ആൻഡ് വാർഡ് തടഞ്ഞതോടെ പ്രതിപക്ഷ അംഗങ്ങൾ തിരികെ സീറ്റുകളിലേക്ക് മടങ്ങി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.